മിമിക്സ് പരേഡ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് സിനിമാ താരങ്ങളുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും ഗായികമാരുടെയൊക്കെ ശബ്ദാനുകരണമാണ്. ഞങ്ങളും അതിന് മാറ്റം വരുത്തുന്നില്ല. അതിനെ ക്ഷണിക്കുന്നു യൂണിവേഴ്സിറ്റി താരമായ സതീഷ് ഒളേരി, അതുപോലെ തന്നെ രസികരാജയുടെ ഏറെ ശ്രദ്ധേയനായ സുഭാഷ് കൊല്ലം ആൻഡ് അരുൺ തിരുവനന്തപുരം സ്വാഗതം ചെയ്യാം. ആദ്യം ശബ്ദം അനുകരിക്കുന്നത് സുഭാഷാണ്. സുഭാഷ് ആരെയാണ് അനുകരിക്കുന്നത്? ആദ്യമായിട്ട് ബഹദൂർ. ആദ്യമായി വേദിയിൽ അവതരിപ്പിക്കുന്നു നമ്മുടെ ആദ്യകാല കോമഡിയൻ ശ്രീ ബഹദൂർ. എൻ്റെ പൊന്നു സാറുമാർ, എൻ്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യല്ലേ, അറിയാണ്ട് ചെയ്തു പോയതാണ് മാനെ. കോമാളി കരഞ്ഞ ജനം ചിരിക്കും. ബാവുമോനെ, എൻ്റെ നമ്പർ എപ്പോൾ വരും മോനെ? അടുത്തായിട്ട് സതീഷ് ഒളേരി. കൊച്ചു പ്രേമൻ. മലയാള സിനിമയിൽ ഹാസ്യത്തിന് പുതിയ രൂപവും ഭാവവും നൽകിയ ശ്രീ കൊച്ചു പ്രേമൻ. അയ്യാ, എനിക്ക് ഈ പ്രേതങ്ങളെ കണ്ട പേടിയാണ് കേട്ടോ. 1.5 ചക്രത്തിൻ്റെ കള്ളും പുറച്ചിയും കോഴിയും പേടിക്കുക എന്ന ജപ്തിലെന്ന് കരുതിയിടൂ. ഇടു മധുരാശി പിടിക്കിടൂ, ഇടു പെണ്ണിന് പിടിക്ക തൊട്ടില്ല തൊട്ടോ. അയ്യാ, താങ്ക് യു സതീഷ്. അടുത്തായിട്ട് അരുൺ. ഞാൻ ഒരു നടിയുടെ ശബ്ദമാണ് അവതരിപ്പിക്കുന്നത്. ഏത് നടിയാണ്? ബിന്ദു പണിക്കർ. ബിന്ദു പണിക്കർ. മലയാള സിനിമയിൽ കോമഡിക്ക് മറ്റൊരു വേഷം നൽകിയ ശ്രീ ബിന്ദു പണിക്കർ. എന്നോട് ഒത്തിരി ഇംഗ്ലീഷ് സ്നേഹം ഉണ്ടെങ്കിൽ എവിടെയും ഇങ്ങനെ പറയോ? എടാ ദിലീപേ, പഠിക്കുന്ന കാലത്തും അതേടാ, ഞാനായിരുന്നു ക്ലാസ്സിൽ ഫസ്റ്റ്. പക്ഷെ PDC റിസൾട്ട് വന്നപ്പോൾ എന്തായി? ഞാൻ തോറ്റു. അതെങ്ങനെ? 24 മണിക്കൂറും പഠിപ്പ്. മേഘനാഥൻ. മേഘനാഥൻ. മലയാള സിനിമയിലെ അതുല്യനായ നടൻ ബാലൻ കെ നായരുടെ പുത്രൻ ശ്രീ മേഘനാഥൻ. അവന്റെ പോലീസുകളെ എത്ര നന്നല്ല, വെട്ടി തുണ്ടാക്കി പുല്ലിനും ചൊല്ലിനും മീനെ തിന്നാനായിട്ട് കൊടുക്കും. ഇത് പുലിമുറ്റി തലക്ഷ പറയുന്നേ. പൊക്കോ. താങ്ക് യു സുഭാഷ്. സതീഷ്. വിജയരാഘവൻ. മലയാള സിനിമയിൽ വില്ലൻ കഥാപാത്രങ്ങൾക്ക് പുതിയ രൂപവും ഭാവവും നൽകിയ ശ്രീ വിജയരാഘവൻ. ഒരു കല്യാണമൊക്കെ കഴിക്കണം കേട്ടോ. 3 നേരം കൊന്തെത്തിച്ച് പള്ളിമേടന് കാളേച്ചനാണെങ്കിലേ നിരക്കൊക്കെ തെറ്റി. മംഗലശ്ശേരി നീലകടന്ന പടുമരത്തെ കത്ത് തേപ്പിക്കും. നടേശ കൊല്ലണ്ട. താങ്ക് യു സതീഷ്. അരുൺ. അടുത്തത് ഒരു തമിഴ് നടിയാണ്. ആരാണ്? കോവൈ സർല. തമിഴ് സിനിമയിൽ കോമഡിക്ക് ഏറെ പ്രാധാന്യം നൽകിയ വേഷങ്ങൾ അവതരിപ്പിച്ച ശ്രീ കോവൈ സരള ശ്രീമതി. എന്ത്? ഞാൻ മിമിക്രിയാ. എന്ത് മിമിക്രി? മുറ്റാണോ പറ്റാണോ ഞങ്ങൾ നോക്കാം. എന്ത് മിമിക്രിയാ? ട്രെയിനിന്റെ സൗണ്ട്. എടോ, ട്രെയിനിന്റെ ശബ്ദമൊക്കെ ഈ ഇരിക്കുന്ന കൊച്ചു പിള്ളേരൊക്കെ അവതരിപ്പിക്കും. ചേട്ടാ കേട്ടു. അന്ന് കേട്ട് നോക്കട്ടെ. ഇതാണ് ട്രെയിൻ. വെറൈറ്റി ഉണ്ട്. എന്ത് വെറൈറ്റി? ഈ ട്രെയിൻ ഒരു ഗുഹയ്ക്കകത്ത് പോയാൽ എങ്ങനെ ഇരിക്കും? അതുകൊള്ളാം. ട്രെയിൻ ഗുഹയ്ക്കകത്തോടി പോണ ഒരു മിമിക്രിക്കാരെ അവതരിപ്പിച്ചില്ല. പ്രിയമുള്ളവരെ, ഒരു ട്രെയിൻ ഗുഹയ്ക്കകത്തോടി പോകുന്നു. ശ്രദ്ധിക്കുക. വേറെന്താ? കുതിരയൊക്കെ എല്ലാവരും അവതരിപ്പിക്കണം. ഒന്ന് എടുത്തു നോക്കട്ടെ. മതി പല്ലൊക്കെ ചാടിപ്പോവും. ഇതാണ് കുതിര. വെറൈറ്റി ഉണ്ട്. എന്ത് വെറൈറ്റി? ഈ കുതിര ഒരു ഗുഹയ്ക്കകത്ത് പോയാൽ എങ്ങനെ ഇരിക്കും? അത് കൊള്ളാം. കുതിര ഗുഹയ്ക്കകത്തോടി പോണ ആരും അവതരിപ്പിച്ചില്ല. പ്രിയമുള്ളവരെ, ഒരു കുതിര ഗുഹയ്ക്കകത്തോടി പോകുന്നു. ശ്രദ്ധിക്കുക. ഇതാണ് ഗുഹയ്ക്കകത്തോടി പോണേ. താൻ വല്ല നടന്മാരെ അവതരിപ്പിച്ചു. സത്യമാഷ്. ഓക്കെ, മലയാള സിനിമയുടെ ആദ്യകാല സൂപ്പർ സ്റ്റാർ ശ്രീ സത്യൻ മാഷ്. അമ്മേ, എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് ഇന്നേക്ക് 8 വർഷമായി. ഇത്രയും കാലമായിട്ടും എനിക്കൊരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം ഇല്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാനൊരു തീർത്ഥാടനത്തിന് പോയിട്ട് തിരിച്ചു വരുമ്പോൾ മിറ്റം നിറയെ കുട്ടികൾ. ശാന്ത ആണോ ചേട്ടാ? അല്ല, നല്ലവളാണ് അമ്മച്ചി, വളരെ വളരെ നല്ലവള. ഓക്കെ, അടിപൊളി. സത്യമാഷിന്റെ വെറൈറ്റി ഉണ്ട്. സത്യമാഷിന്റെ വെറൈറ്റി അല്ല, അതുമല്ല, ചെമ്മീൻ. സത്യമാഷിനെ ഒരു ഗുഹയ്ക്കകത്ത് വിടട്ടെ.
അടുത്തായിട്ട് സുഭാഷ്. അടുത്തായിട്ട് മണിച്ചേട്ടൻ. മണിച്ചേട്ടൻ മലയാള സിനിമയുടെ കറുത്ത മുത്ത് ശ്രീ കലാഭവൻ മണി. പ്രിയമുള്ള കലാപ്രിയമുള്ളേ, എന്താ കൈയടിക്കാണ്ടിരിക്കണേ? അടിപൊളിയായിട്ടൊന്ന് കൈയടിച്ചേ. സത്യത്തിൽ എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് എൻ്റെ പഴയകാല ജീവിതങ്ങളാണ്. ആ ജീവിതത്തിൽ ഒരുപാട് വിശപ്പും ദുഃഖമൊക്കെ അടക്കിയിട്ടുള്ള ഒരാളാണ് ഞാൻ. ആ കാലങ്ങളിലൊക്കെ അടപ്പത്ത് കലം വെച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് കയ്യിലുകൊണ്ട് ഇളക്കുമ്പോൾ ചേച്ചി പാടാറുണ്ടായിരുന്നു. സത്യത്തിൽ ആ പാട്ട് കേൾക്കുമ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോകും. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ആ പാട്ട് പാടാം. കുമ്പായി കുച്ചാണ്ട് പാണം കത്തണുമാ വഴല പൊട്ടിച്ച് പാപ്പണ്ടാക്കണുമാ വയറ് കത്യാളി എൻ്റെ കൊടല് കത്തണുമാ പണം പെടഞ്ഞിട്ട് ദൈവേ ഓണം വാഴാക്കണുമാ അതും കഴിഞ്ഞാലോ പിന്നെ ഓണം വരുമെന്ന് ഇമ്മിണി നാളായി തച്ചൻ കൊഞ്ചി പറയാറില്ലേ. കുമ്പായി കുച്ചാണ്ട് പാണം കത്തണുമാ വഴല പൊട്ടിച്ച് പാപ്പണ്ടാക്കണുമാ. മലയാള നാടകവേദിയിൽ നിന്നും മലയാള സിനിമയിലെത്തിയ മറ്റൊരു വില്ലൻ ശ്രീ കലാശാല ബാബു. എടാ ജോസ്, പാട്ടി തെണ്ടി കടവറ മോനെ, നിനക്ക് എത്ര നീണ്ടാ? 1 ലക്ഷമല്ല, 10 ലക്ഷം 10 ലക്ഷം പലിശയും അതിന്റെ കൂട്ടുപലിശയുടെ പലിശയും ഞാൻ മുതലാകും. എൻ്റെ അടുത്ത കള്ളി അടി സക്കേ. താങ്ക് യു സതീഷ്. അടുത്തായിട്ട് അരുൺ. മുകേഷ്. മുകേഷ് മലയാള സിനിമയുടെ മറ്റൊരു കോമഡി താരം ശ്രീ മുകേഷ്. മേലു നില്ല് നില്ല് ചെല്ല്. എന്തോന്ന് എളിയ മായൻകുട്ടി ആനപ്പാറയില മറ്റേ അവളില്ലേ മേലു, അവളുമായിട്ട് ലൈനായി തോന്നുന്നേ. അളിന് ദൂരെ പോയില്ലേ? ചെന്നാട്ടെ. അടുത്ത തമിഴിൽ നിന്ന് പ്രഭു. തമിഴ് സിനിമയുടെ മറ്റൊരു താരം ശ്രീ പ്രഭു. பிரியமுள்ளோரே நமஸ்காரம். நான் உங்கள் பிரபு பேசுகிறேன். என்னோட நீண்ட நாள் ஆசை மலையாள படத்தில் நடிக்கணும். அந்த ஆசை காலாபாணி படம் மூலமாக நிறைவேறிடுச்சு. இதுக்கு டைரக்டர் பிரியதர்ஷன், அன்பு சகோதரன் மோகன்லால், திரு குட்னை மோகன் இவர்களுக்கு நன்றி சொல்ல நான் கடமைப்பட்டிருக்கேன். இந்த படத்துக்கு இசைஞானி இளையராஜா, எம்ஜி ശ്രീകുമാരൻ, ചിത്ര ഇവர்கள் പാടിയ പാട്ട് ഒന്ന് കേൾപ്പോമേ. എനിക്ക് ഈ പാട്ട് വളരെ ഇഷ്ടമായി, നിങ്ങൾക്കും ഇഷ്ടമാകും എന്ന് വിചാരിക്കുന്നു. അടിക്കണം, മുന്നാടി വന്ന് അടിക്കണം, അത് അമ്പളയ്ക്ക് അഴക് വർദ്ധമാ. താങ്ക് യു സുഭാഷ്. സതീഷ്. കമലഹാസൻ. ഇന്ത്യൻ സിനിമയുടെ അത്ഭുതം ശ്രീ കമലഹാസൻ. എല്ലാം സിയോമയ മണക്ക്, നാട് ഭയം മണക്ക്, കാട് ഭയം മണക്ക്, കൂട് ഭയം മണക്ക്, കുളം ഭയം മണക്ക്, നன்று കണ്ടാലും ഭയം മണക്ക്, പിച്ച് എന്ത് കണ്ടാലും ഭയം മണക്ക്, കടിക്കുന്ന നായും പൂണ என்று இளையும் பயம் மணக்கு. மட்ரஸில் வேலை வாங்கி கொடுக்கலான்னு சொல்லியிருக்கீங்களா? அதுக்கும் தப்பாம் 10,000 ரூபா தேவை. என்னோட சட்டம் நீடி நாயம் എന്നാണ് എനിക്ക് നാടിയില്ല, നാടിയില്ല, നാണിക്കുന്ന പുള്ള താനെ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സതീഷ്.